LDFിൻ്റെ കൂടെ നിന്നാൽ ഇനി കെട്ടിവെച്ച കാശ് തന്നെ കിട്ടില്ല എന്ന് ജോസ് കെ മാണിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നും വേർപെട്ടില്ലെങ്കിൽ താൻ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് UDFിൻ്റെ കൂടെ പോകും, സ്വതന്ത്രനായി മത്സരിച്ചാലും വേണ്ടില്ല, ഇനി ജോസ് കെ മാണിയുടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ജോസ് കെ മാണി ഇപ്പോൾ കാല് പിടിച്ചിരിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ്റെ കാല് പിടിക്കുന്നതിന് തുല്യമായാണ് നാടകീയ നീക്കങ്ങൾ. അതായത് UDFിലേക്ക് തിരിച്ചു പോകണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ജോസ് കെ മാണി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. UDF വിളിച്ചാൽ ഞങ്ങൾ പോകും, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ പാർട്ടി ഒന്നുമല്ലാതാകും, തകർന്ന് തരിപ്പണമാകും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടിസ്ഥാനപരമായി ഞങ്ങൾ മലയോര കർഷകരാണ്, അവിടെ ഞങ്ങൾക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കപ്പെടുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പോയാൽ ഭരണവിരുദ്ധ വികാരം ഞങ്ങളുടെ പാർട്ടിയെ മൊത്തത്തിൽ കൂടോടെ വിഴുങ്ങുകയും അത് പിന്നെ ഒരിക്കലും തിരിച്ച് കൊണ്ടുവന്ന് ശോഭിക്കാൻ കഴിയാത്ത രീതിയിൽ കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ജോസ് കെ മാണി വിലയിരുത്തിയിരിക്കുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത്. പാലായിലോട്ട് UDFിൻ്റെ ടിക്കറ്റ് വാങ്ങി ഇങ്ങോട്ട് വരാമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. ഞാനിവിടെ സ്വതന്ത്രനായി നിന്നാൽ പോലും UDFുകാർ എന്നെ പിന്തുണയ്ക്കുകയുള്ളൂ. കാരണം അത്രമാത്രം UDF വെറുത്തതാണ് ജോസ് കെ മാണിയെ. ജോസ് കെ മാണിയെ ഇനി UDF അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിനും പാലായി ഇനി വലിയ വിലയൊന്നുമില്ല. KM മാണിയുടെ രാഷ്ട്രീയത്തിന് ജനങ്ങൾ അറുതി വരുത്തിയത് എൻ്റെ വിജയത്തോടൊപ്പമാണ് എന്നാണ് മാണി സി കാപ്പൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF പാളയത്തിലെത്തി എൻ്റെ സീറ്റ് തട്ടിപ്പറിക്കാം എന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ അത് കൃത്യമായി മുളയിലെ നുള്ളിക്കളയുന്നതായിരിക്കും നല്ലത്, രണ്ടില നുള്ളിക്കളയുന്നത് പോലെ എന്നാണ് കൃത്യമായി മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം, അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ച 5 സീറ്റുകൾ ഇത്തവണ നിലനിർത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ടാണ് UDFുമായി ഒരു ഡീലിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുന്നത്. മാത്രമല്ല പാർട്ടിയിലെ മുൻനിര നേതാക്കളെല്ലാം തന്നെ ഈ ആശയത്തോട് യോജിച്ച് നിൽക്കുകയാണ്. തോമസ് ചാഴിക്കാടൻ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി 88,000-ഓളം വോട്ടുകൾക്കാണ് ഫ്രാൻസിസ് ജോർജിനോട് പരാജിതനായത്. അന്നു മുതൽ തന്നെ തോമസ് ചാഴിക്കാടൻ പറഞ്ഞൊരു വാക്കുണ്ട്, LDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് തൻ്റെ പരാജയത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചാൽ വലിയ രീതിയിൽ വിനാശമായിരിക്കും സംഭവിക്കുക. അത് പിന്നെ തിരുത്തി കുറിക്കാൻ കഴിയാത്ത രീതിയിൽ കേരള കോൺഗ്രസ് അസ്തമിക്കുകയും ചെയ്യും. പിന്നെ ഒരിക്കലും ഉദിച്ചു വരാൻ യാതൊരു സാധ്യതയും കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയോട് താൻ തുറന്ന് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് കൃത്യമായും തോമസ് ചാഴിക്കാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടി മുഖവിലക്കെടുത്താണ് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. UDF ഞങ്ങളെ വിളിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ. LDFുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു.